ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. +1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കിങ്ഡം മൊണീറ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി കിങ്ഡം പ്രൊട്ടിസ്റ്റ ആണ് എടുക്കാനുള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻ എടുക്കാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതാണ്. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. കിങ്ഡം മൊണീറ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു വീഡിയോ പോയി കാണുക. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലോട്ട് വരിക. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റ. അപ്പോൾ നമ്മുടെ NCERT ഫസ്റ്റ് സെന്റൻസ് നോക്കാം. ഓൾ സിംഗിൾ സെൽഡ് യുകാരിയോട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ പ്രൊട്ടിസ്റ്റ. അപ്പോൾ നമുക്കറിയാം മൊണീറയിൽ എങ്ങനത്തെ ആൾക്കാരായിരുന്നു, അതായത് പ്രോകാരിയോട്സിനെ ആയിരുന്നു നമ്മൾ മൊണീറയ്ക്കകത്ത് ഇട്ടത്. അതായത് എല്ലാ ബാക്ടീരിയാസും ആ ഒരു ഗ്രൂപ്പിനകത്ത്, ആ ഒരു കിങ്ഡത്തിനകത്തായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇനി യുകാരിയോട്ട് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരികയാണ്, നമ്മൾ തപ്പിപ്പറക്കിയൊക്കെ എടുത്ത് നമ്മൾ പ്രൊട്ടിസ്റ്റയ്ക്ക് അകത്തോട്ട് ആക്കാൻ പോവുകയാണ്. ബട്ട് ദ ബൗണ്ടറീസ് ഓഫ് ദിസ് കിങ്ഡം ആർ നോട്ട് വെൽ ഡിഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിനകത്ത് ഇന്ന ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആൾക്കാരുകളെ നമ്മൾ കൊണ്ടുവന്ന് ഇടുന്നു. എങ്കിലും അതിനകത്തുള്ള ആൾക്കാർ തന്നെ വേറെ പല ആൾക്കാരുമായിട്ടും, അതായത് വേറെ പല കിങ്ഡമുള്ള ആൾക്കാരുമായിട്ടും സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾ, പ്രൊട്ടിസ്റ്റയിലുള്ള കുറച്ച് ആൾക്കാർ, അവരെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പൊ ഈ ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് ഉണ്ടാക്കുന്നത് കാരണം ഇവരെ പ്ലാന്റ്സ് എന്ന് വിളിക്കണോ അതോ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റൻസ് എന്ന് വിളിക്കണോ എന്ന് ബയോളജിസ്റ്റിന് ഡൗട്ട്സുകളാണ്. അപ്പോ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ഈ പ്രോട്ടിസ്റ്റയ്ക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റ, അതായത് ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഈ ഓർഗാനിസം പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ് എന്നൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ആ സെന്റൻസിന്റെ മീനിങ്. അപ്പോൾ ഇനി നമ്മൾ ഈ പ്രോട്ടിസ്റ്റയ്ക്ക് അകത്ത് വരുന്ന കുറച്ച് ഓർഗാനിസത്തിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് ആരൊക്കെയാണെന്ന് നോക്കാം. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജെല്ലറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. അപ്പോ നിങ്ങൾക്ക് ഇതിനെ SPCDE എന്ന് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. S ഫോർ സ്ലൈം മൗൾസ്, P ഫോർ പ്രോട്ടോസോവൻസ്, CDE ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജെല്ലറ്റ്സ് ആൻഡ് യൂഗ്ലിനോയിഡ്സ്. അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ദിസ് കിങ്ഡം ഫോംസ് എ ലിങ്ക് വിത്ത് ദ others dealing with plants, animals and fungi. അപ്പോൾ ഈ പ്രോട്ടിസ്റ്റയ്ക്ക് ഫഞ്ചി ആയിട്ടും കുറച്ച് കണക്ഷൻസ് ഉണ്ട്, പ്ലാന്റ് ആയിട്ടും കുറച്ച് കണക്ഷൻസ് ഉണ്ട്, അനിമേലി ആയിട്ടും കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. Being eukaryotes, the protistant cell body contains a well-defined nucleus and other membrane-bound organelles. യൂകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രൂ കാരിയോട്സ്. കാരിയോ മീൻസ് ന്യൂക്ലിയസ്. അപ്പോ ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം ആണ് പ്രോട്ടിസ്റ്റ. അപ്പോ ഇതിനകത്ത് എന്താണ്? മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ട്, അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ട്. പക്ഷേ മൊണീറയില് അങ്ങനെയല്ല, പ്രോകാരിയോട്സുകളായിരുന്നു. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെൽ ഓർഗനൽസ്, മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഇല്ല, ന്യൂക്ലിയസ് ഇല്ല. അപ്പോ അതാണ് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പോ ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് അതായത് മൊണീറയുടെയും പ്ലാന്റ്, ഫഞ്ചി, അവരുടെയൊക്കെ കണക്ടിങ് ലിങ്കുകളാണ് പ്രൊട്ടിസ്റ്റ. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു? കാര്യം മൊണീറ പ്രൊകാരിയോട്സുകളാണ്, പക്ഷേ പ്രൊട്ടിസ്റ്റ യുകാരിയോട്ട് ആണ്. പിന്നെയുള്ള ഫഞ്ചൈ, പ്ലാന്റ്, അനിമേല് എല്ലാം യുകാരിയോട്സുകളാണ്. അപ്പോ ഇതും, അതായത് കിങ്ഡം മൊണീറയും ബാക്കിയുള്ളവരും തമ്മിലുള്ള കണക്ടിങ് ലിങ്ക് ആണ് ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ഇനി നമുക്ക് സം ഹാവ് ഫ്ലജെല്ല ആൻഡ് സീലിയ. Protists reproduce asexually and sexually by a process involving cell fusion and zygote formation. അപ്പോൾ ചില പ്രോട്ടിസ്റ്റുകൾക്ക് ഫ്ലജെല്ല അല്ലെങ്കിൽ സീലിയസ് ഉണ്ടാകും. അവർ സെക്ഷുവലി അല്ലെങ്കിൽ അസെക്ഷുവലി റീപ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ആള് നോക്കാം, ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സിനകത്ത് വരുന്നത് രണ്ട് ആൾക്കാരാണ്, ഡയറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. ഡെസ്മിഡ്സ് അല്ലെങ്കിൽ ഗോൾഡൻ ആൽഗെ. അവർ മുൻപ് പ്ലാന്റ്സിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അങ്ങനെയാണ് അവർക്ക് ആ നെയിം വന്നത്, ഗോൾഡൻ ആൽഗെ എന്ന് പറഞ്ഞിട്ട്. They are found in fresh water as well as marine environments. അവർ ഫ്രഷ് വാട്ടറിലും ഉണ്ട്, അതുപോലെ തന്നെ കടൽ ആ ഒരു ഏരിയയിലും
കാണാൻ സാധിക്കുന്നുണ്ട്. ദേ ആർ മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ ദ വാട്ടർ കറന്റ്സ്. അതായത് അവർ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്, അവരെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പം വാട്ടർ കറന്റ്സ്, വെള്ളത്തിന്റെ ആ ഒരു അലയിൽ കൂടെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒഴുകി പോകുന്നവരാണ്. പാസീവ്ലി ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആ അലയുടെ അതേ ദിശയിൽ തന്നെ ഒഴുകി പോകുന്നവരാണ് ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ. അതുകൊണ്ട് നമ്മൾ അതിനെ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. ഈ ഒരു പോയിന്റ് നമുക്ക് വില്ലനായിട്ട് വരുന്ന പോയിന്റ് ആണ്. കാര്യം നമുക്ക് എൻട്രൻസിന് വരുമ്പോഴത്തേനും മോസ്റ്റ് ഓഫ് ദം എന്നുള്ള കാര്യം ചിലപ്പം വിട്ടിട്ട് ആൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും തരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ആ പ്രോട്ടിസ്റ്റൻ ക്രൈസോഫൈറ്റ്സിൽ കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫോട്ടോസിന്തറ്റിക് ആണ്, പക്ഷെ എല്ലാവരും ഫോട്ടോസിന്തറ്റിക് എന്നല്ല പറയുന്നത്. അതുകൊണ്ട് ആ സെന്റൻസ് നമുക്ക് വില്ലനായിട്ട് വരുന്ന സെന്റൻസ് ആണ്, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. In diatoms, the cell walls form two thin overlapping shells which together as in the soap box. The walls are embedded with silica and thus the walls are indestructible. അപ്പോ ഈ ഡയറ്റംസിന്റെ സ്ട്രക്ചർ ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഡയറ്റംസ്, ഡൈ മീൻസ് ടു, ഡൈ ആറ്റംസ് എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സോപ്പ് പെട്ടിക്ക് 2 അടപ്പുണ്ടാവും അല്ലെ. ഈ സോപ്പ് പെട്ടി കവർ ചെയ്ത് വെച്ചതേ ഇങ്ങനെ ഇരിക്കുന്നത് പോലെയാണ്. എനിക്കിപ്പോ കാണിക്കാൻ ഒന്നും ഇല്ല. അതായത് ഇതൊരു താഴത്തെ ലെയർ, ഇതിനെ നമ്മൾ ഹൈപ്പോതീക്ക എന്ന് പറയുന്നു. ഡയറ്റംസിന്റെ താഴത്തെ ലെയർ ആണ്. ഇതിന്റെ മേലെ സോപ്പ് പെട്ടിയുടെ അടപ്പ് കേട്ടോ, ഇതിന്റെ മേലത്തെ ലെയറിനെ എപ്പിതീക്ക എന്ന് പറയുന്നു. ഇതിനെ ഓവർലാപ്പ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഡയറ്റംസിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇത് നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അടുത്ത സെന്റൻസ് നോക്കുക. Thus, diatoms have left behind large amount of cell wall deposits in their habitat. This accumulation over billions of years is referred to as diatomaceous earth. അപ്പോ ഈ വാള് നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാൻ സാധിക്കാത്തത് കാരണം ഈ സെൽ വാൾസുകളെല്ലാം കുറെ കാലം അവിടെ അടിഞ്ഞുകൂടി നമ്മുടെ ആ മണ്ണിൽ കിടക്കുന്നത് കാരണം ഇതിനെ പിന്നെ അടിഞ്ഞുകൂടുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറ്റോമേഷ്യസ് എർത്ത്. Being gritty, this soil is used for polishing, filtration of oils and syrups. Gritty ആയത് കാരണം നമുക്ക് ഇനി സിലിക്ക ഉള്ള ഈ സോയിലിനെ നമുക്ക് പോളിഷിങ്ങിനും അതുപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് സിറപ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഡയറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ്. ഓഷ്യൻസിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് ഈ ക്രൈസോഫൈറ്റ്സുകളാണ് നമ്മുടെ ഓഷ്യൻസിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പറയുന്നത് ഡയനോഫ്ലാജെല്ലേറ്റ്സ്. These organisms are mostly marine and photosynthetic. They appear yellow, green, brown, blue or red depending on the pigments present in their cells. The cell wall has still cellulose plates on their outer surface. അപ്പോൾ ഈ ഡയനോഫ്ലാജെല്ലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്, ഫ്ലജല്ലേറ്റ്സ്, അതായത് 2 ഫ്ലജല്ല ഉള്ള ആൾക്കാരുകൾ. അപ്പോ ഈ ഓർഗാനിസം കൂടുതലും മറൈനുമാണ്, അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്കുമാണ്. അപ്പോൾ നമ്മളിപ്പോ 2 ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസത്തിന് പ്രോട്ടീസിൽ പഠിച്ചു. ആരൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സും ഡയനോഫ്ലജല്ലേറ്റ്സും ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇനി ഇവരുടെ സെൽസിൽ പിഗ്മെന്റ്സുകൾ കാണാൻ കഴിയും. അതായത് യെല്ലോ, ഗ്രീൻ, റെഡ് അങ്ങനെ പിഗ്മെന്റ്സുകൾ കാണാൻ സാധിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു കളർ നമുക്ക് തന്നെ കാണാൻ കഴിയും. അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. The cell wall has stiff cellulose plates. അതായത് അവരുടെ ഔട്ടർ സർഫസിലുള്ള ആ ഒരു സെൽ വാൾ എന്ന് പറയുന്നത് സെല്ലുലോസ് പ്ലേറ്റുകൾ കൊണ്ടാണ്, അങ്ങനെയായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ തന്നെ അവർക്ക് 2 ഫ്ലജല്ലാസുകൾ ഉണ്ട്. ഈ 2 ഫ്ലജല്ലാസും അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് ഒരു വ്യത്യസ്ത രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് ട്രാൻസ്വേഴ്സ്ലി, അതായത് ഇപ്പൊ 2 പ്ലേറ്റുകളാണെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടി ഒരു ഫ്ലജല്ല പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്ലജല്ല ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെയും പോകുന്നുണ്ട്, ഒന്ന് ഇങ്ങനെയും പോകുന്നുണ്ട്. അതാണ് ട്രാൻസ്വേഴ്സ്ലി ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനലി അറേഞ്ച്ഡ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ആ സെന്റൻസ് നോക്കുക. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 flagella. One lies longitudinally and other transversely in a furrow between the cell plates. അപ്പോൾ വാൾ പ്ലേറ്റ്സ് നോക്കുക, അതിന്റെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ് ഫ്ലജല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് ട്രാൻസ്വേഴ്സ്ലി ആയിട്ടും ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെരി ഓഫൺ റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ്. എക്സാമ്പിൾ ഗോണിയോലെക്സ്. ആ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഗോണിയോലെക്സ് undergo such rapid multiplication that make the sea appear red. അപ്പോൾ ഈ റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ് അവർക്ക് റെഡ് പിഗ്മെന്റ്സുകളാണ് ഉള്ളത്. അവര് വളരെ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുള്ള ആ ഏരിയ ഒരു റെഡ് കളറിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും.
ടോക്സിൻസ് റിലീസ്ഡ് ബൈ സച്ച് ലാർജ് നമ്പേഴ്സ് മേ ഇവൻ കിൽ അതർ മെറൈൻ അനിമൽസ് സച്ച് ആസ് ഫിഷസ്. അപ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്ത് ഇവരിങ്ങനെ പോകുന്ന മാത്രമല്ല ഇവർ റിലീസ് ചെയ്യുന്ന ടോക്സിൻസും ആ സീയിലുള്ള ജീവജാലങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡൈനോഫ്ലജല്ലേറ്റ്സിന്റെ കാര്യങ്ങൾ പഠിച്ചു, അവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വരുന്നത് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെന്റൻസ് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. അതിൽ കൂടുതലും ഫ്രഷ് വാട്ടറിൽ കാണുന്ന ആൾക്കാരാണ് യൂഗ്ലിനോയിഡ്സ്. ഇവിടെ ഡൈനോഫ്ലജല്ലേറ്റ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സെൽ വാൾ പ്ലേറ്റ്സ്, സെല്ലുലോസ് സെൽ വാൾ പ്ലേറ്റ്സുകളാണ് ഉള്ളതെന്ന് പഠിച്ചു അല്ലെ? അതെ, അങ്ങനെ പഠിച്ചു. അതുപോലെ യൂഗ്ലിനോയിഡ്സിൽ വരുമ്പോ ഇവിടെ സെല്ലുലോസ് പ്ലേറ്റുകളല്ല, പകരം പ്രോട്ടീൻ റിച്ച് ലെയറുകളാണ് അവരെ കവർ ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പെല്ലിക്കിൾ. ആ ഒരു വേർഡ് എൻട്രൻസ് പോയിന്റ് ആണ്, പെല്ലിക്കിൾ. അതൊരു പ്രോട്ടീൻ റിച്ച് ലെയറുകളാണ് ഈ ഓർഗാനിസത്തിനെ കവർ ചെയ്യുന്നത്. അപ്പോ ഈ പ്രോട്ടീൻ റിച്ച് ലെയറുകൾ കവർ ചെയ്യുന്നത് കാരണം സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ദേ ഹാവ് 2 ഫ്ലജല്ല. അവർക്കും 2 ഫ്ലജല്ലാസ് ഉണ്ട്. അതിന്റെ പ്രത്യേകത ഒരു ലോങ് വണ്ണും ഉണ്ട്, ഒരു ഷോർട്ട് വണ്ണും ഉണ്ട്. അപ്പോ ദോ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, വെൻ ദേ ഡിപ്രൈവ്ഡ് ഓഫ് സൺലൈറ്റ് ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോപ്സ് ബൈ പ്രെഡേറ്റിംഗ് ഓൺ അതർ സ്മോൾ ഓർഗാനിസം. അതായത് അവർ പൊതുവെ എല്ലാം ഫോട്ടോസിന്തറ്റിക്കുകളാണ്, അതായത് ലൈറ്റ് യൂസ് ചെയ്ത് ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്ക് ഫേവറബിൾ അല്ലാത്ത കണ്ടീഷൻസ് വരുമ്പോൾ അവർ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാറുണ്ട്. അതായത് ബാക്കിയുള്ളവരെ യൂസ് ചെയ്തവര് പാരസൈറ്റ് ആയിട്ട് മാറാറുണ്ട്, അവരിൽ നിന്ന് ഫുഡ് എടുക്കാറുണ്ട് എന്നർത്ഥം. Interestingly, the pigments of euglenoids are identical to those present in higher plants. അപ്പോ യൂഗ്ലിനെയാണ് നമ്മുടെ പ്ലാന്റ്സുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി കാണിക്കുന്ന ഒരു ഓർഗാനിസം. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സുമായി സിമിലാരിറ്റി കാണിക്കുന്ന ഓർഗാനിസം പ്രോട്ടിസ്റ്റ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം യൂഗ്ലിനോയിഡ്സ്. ആ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരെല്ലാം, അതായത് യൂഗ്ലീന ഒക്കെ പ്ലാന്റ്സുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നവരാണ്. നെക്സ്റ്റ് വരുന്നത് സ്ലൈം മോൾസ്. സ്ലൈം മോൾസ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ശവന്തീനികൾ. അതായത് ഈ ഡെഡ് റിമൈൻസ് അല്ലെങ്കിൽ ജീർണിച്ച വസ്തുക്കൾ, അങ്ങനത്തെ വസ്തുക്കളിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തുന്നവയാണ് സ്ലൈം മോൾസ്. ദ ബോഡി മൂവ്സ് എലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിംഗ് ഓർഗാനിക് മെറ്റീരിയൽ. ഞാൻ പറഞ്ഞത് തന്നെ, അതായത് അവര് മൂവ് ചെയ്ത് അവർ ഈ ഡീക്കേയിങ് ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തുന്നു. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ദേ ഫോം എൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം. അതായത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോ, സിറ്റുവേഷൻസ് വരുമ്പോ അവർ പ്ലാസ്മോഡിയം ഫോം ചെയ്യുന്നു. പക്ഷേ അവർക്ക് അൺഫേവറബിൾ, അവർക്ക് സ്വീകാര്യമല്ലാത്ത സന്ദർഭങ്ങൾ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഫ്രൂട്ടിംഗ് ബോഡീസ്. യെസ്, ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ടിപ്പിൽ നിങ്ങൾക്ക് സ്പോർട്സുകൾ കാണാൻ സാധിക്കും. അതായത് റെസിസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് സ്പോർട്സുകൾ എന്താണ് ഞാൻ പറഞ്ഞ, ഒരു കമ്പിളി പുതപ്പാണ്. ഒരു കമ്പിളി പുതപ്പിനകത്ത് ഒരു ചെറിയ ഓർഗാനിസം ഇരിക്കുന്നു. അതായത് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എന്തെങ്കിലും അപകടകരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു ബ്ലാങ്കറ്റുകളാണ് സ്പോർട്സ്. അപ്പോ ഈ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ മേലെ ടിപ്പിൽ എന്ത് ഫോം ചെയ്യുന്നു? കുറെ സ്പോർട്സുകൾ ഉണ്ടാക്കി വെക്കുന്നു. അതിനകത്ത് അവര് സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പോർട്സുകൾ എന്ത് ചെയ്യും? ഇവർ ഒരുപാട് വർഷങ്ങളോളം റെസിസ്റ്റന്റ് ആയിട്ട്, പല ഫാക്ടേഴ്സിനും റെസിസ്റ്റന്റ് ആയിട്ട് ജീവിക്കാനുള്ള കഴിവുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള, സ്വീകാര്യമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ എത്തുമ്പോൾ അവർ രക്ഷപ്പെടുന്നു. അവർ ആ സ്പോറൊക്കെ മാറി ഓർഗാനിസം ആയിട്ട് തന്നെ മൂവ് ചെയ്യുകയാണ്. Then next, protozoans. All protozoans are heterotrophs and live as predators or parasites. അപ്പോൾ protozoans ആണ് നമ്മുടെ ഉപദ്രവകാരികൾ. അതായത് അവരെ ഒന്നുകിൽ പ്രഡേറ്റർ ആയിട്ട്, അതായത് ഇരപിടിയന്മാരായിട്ട്, അല്ലെങ്കിൽ പാരസൈറ്റ്സുകളായിട്ട്, അതായത് വേറൊരാളെ യൂസ് ചെയ്തോ ജീവിക്കുന്ന ആൾക്കാരുകളാണ് ഈ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. ദേ ആർ ബിലീവ് ടു ബി ദ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് അനിമൽ. അപ്പോ ഇവര് അനിമൽസുമായിട്ട് ബന്ധം കാണിക്കുന്ന ആൾക്കാരാണ് ഈ പ്രോട്ടോസോവൻസ്. അപ്പോൾ പ്ലാന്റ്സുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്ന ആരായിരുന്നു? യൂഗ്ലീന. യെസ്, യൂഗ്ലീനയാണ് കാണിക്കുന്നത്. അതുപോലെ ഹയർ അനിമൽസുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രോട്ടോസോവൻസുകളാണ്. അപ്പോൾ ഈ പ്രോട്ടോസോവൻസിനകത്ത് മെയിൻ ആയിട്ട് 4 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, അമീബോയിഡ് പ്രോട്ടോസോവൻ. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ അമീബ ഓർക്കുക. അമീബയ്ക്ക് എന്താണ്? പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രക്ചർ ഇല്ല, അവർക്ക് പറയാനൊരു സ്ട്രക്ചർ അവർക്കില്ല. അതുകൊണ്ട് തന്നെ
ഒരു ഓർഗാനിസത്തിന് അവർ ഫുഡായിട്ട് എടുക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ഏത് പോർഷനിലാണോ ഏത് ഏരിയയിലാണോ ആ ഫോറിൻ ബോഡി അല്ലെങ്കിൽ ആ ഒരു അവർക്ക് കഴിക്കാനുള്ള ഫുഡ് ഇരിക്കുന്നത്, ആ സ്ഥലത്തോട്ട് അവർ ജസ്റ്റ് അവരുടെ ആ സെല്ലിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്യൂഡോപോഡിയ. അപ്പോ ഈ സ്യൂഡോപോഡിയ വെച്ചിട്ട് ആ ഒരു പാർട്ടിക്കിളിനെ, ആ ഒരു ഫുഡിനെ ഇവർ പോയി കവർ ചെയ്ത് അകത്തോട്ട് എടുക്കുന്ന പ്രോസസ്സാണ് അവരുടെ ഫുഡ് കഴിക്കുന്ന രീതികൾ എന്ന് പറയുന്നത്. So they move and capture their prey by putting out pseudopodia in amoeba. Marine forms have a silica shells on their surface. Some of them such as endamoeba are പാരസൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അമീബ, എൻഡമീബ ഒക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. ആ 2 സെന്റൻസുകളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സ്യൂഡോപോഡിയ എന്നുള്ള വേർഡും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡാണ്. നെക്സ്റ്റ് വരുന്നത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ്സ് ആർ എയ്തർ ഫ്രീ ലിവിംഗ് ഓർ പാരസൈറ്റ്. അപ്പോൾ എന്താണ് ഫ്രീ ലിവിംഗ് അല്ലെങ്കിൽ എന്താണ് പാരസൈറ്റ്? പാരസൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ എന്താണ് ഫ്രീ ലിവിംഗ്? ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തിൽ ചുറ്റും കാണുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ട് വീട്ടിനകത്ത് താമസിക്കുന്നത് ഫ്രീ ലിവിംഗ്, വേറൊരാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് പാരസൈറ്റ്. പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിട്ട് അവരെ ഉപദ്രവിക്കുന്നതാണ് പാരസൈറ്റ്സ് കേട്ടോ. അല്ലാതെ ചുമ്മാ വാടകയ്ക്ക് താമസിച്ചു എന്ന് പറഞ്ഞാൽ പാരസൈറ്റ് ഒന്നും ആവത്തൊന്നുമില്ല, സിംബയോൺസേ ആകത്തുള്ളൂ. അപ്പോൾ അവരെ ഉപദ്രവിച്ച്, ആ വാടകക്കാരുടെ അവരെ ഉപദ്രവിച്ച് നമ്മൾ ജീവിക്കുന്നതാണ് പാരസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. അപ്പോൾ അവർക്ക് ഫ്രീ ലിവിംഗുമാണ്, അതുപോലെ തന്നെ അവർ പാരസൈറ്റ്സുമാണ്. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവരുടെ നെയിമിൽ തന്നെ ഉണ്ട് ഫ്ലജല്ലാസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി. The parasitic forms causes diseases such as sleeping sickness. Example, trypanosoma. എപ്പോഴുമുള്ള ഒരു ഫേവറേറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോർഷൻ. ഇവർ ഇത്രയും തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കുക എന്നുള്ളതാണ് അവരുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ട്രൈപാനോസോമ എന്ന് തന്നിട്ട് ആ ഒരു അസുഖം ഏതെന്നായിരിക്കും നമുക്ക് വരുന്നത്? മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും വരുന്നത്, ഷുവർ ആണ്. അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കുക, സ്ലീപ്പിംഗ് സിക്നസ് ആണ് അവരുണ്ടാക്കുന്ന അസുഖം. നെക്സ്റ്റ് വരുന്നത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. ദീസ് ആർ അക്വേറ്റിക് actively moving organisms because of the presence of thousands of cilia. Ciliated protozoans എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് അവരുടെ ഫുൾ ഉള്ളത്? സീലിയാസ് ആണ് ഉള്ളത്. അപ്പോൾ സീലിയാസ് എന്തിനാണ്? മൂവ് ചെയ്യിപ്പിക്കാൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ സീലിയാസ് ഉള്ളത് കാരണം അവർക്ക് വേഗം തന്നെ മൂവ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇനി അവരുടെ ഒരു സ്ട്രക്ചർ പറയാണ്, ദേ ഹാവ് എ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. അതായത് അവർക്കൊരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിനെ പറയുന്ന പേരാണ് ഗള്ളറ്റ്. ഇതിന് ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. PVC പൈപ്പിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നേരെ തുറക്കുമ്പോഴത്തേന് എന്താ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതാണ് അവരുടെ ക്യാവിറ്റി അല്ലെങ്കിൽ ഗള്ളറ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. PVC പൈപ്പ് അത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സെൽ സർഫസിലോട്ട് ഓപ്പൺ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതാണ് അവരുടെ സ്ട്രക്ചർ. സോ ആ ക്യാവിറ്റിനെ പറയുന്ന പേരാണ് ഗള്ളറ്റ്. ദാറ്റ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. മറക്കരുത് PVC. The coordinated movement of rows of cilia causes the water laden with food to be steered to the gullet. അതായത് ഈ സീലിയയുടെ ഈ ഒരു ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു മൂവ്മെന്റ് കാരണം എതിരെ വരുന്ന ഒരു ഫുഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ അവർക്ക് ഡയറക്റ്റ് തന്നെ അവരുടെ ഗള്ളറ്റിനകത്തോട്ട് മാറ്റി കടത്തിവിടാനായിട്ടുള്ള കഴിവുകളുണ്ട്. എക്സാമ്പിൾ പാരമീസിയം. അപ്പോൾ സീലിയേറ്റഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ ആണ് പാരമീസിയം. നെക്സ്റ്റ് സ്പോറോസോവൻസ്. സ്പോറോസോവൻസ് എന്ന് പറയുന്നത് വളരെ പ്രശ്നകാരിയായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് സ്പോറോസോവൻസ്. അവരുടെ പ്രത്യേകത, അവരുടെ ലൈഫ് സൈക്കിളിൽ എവിടെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് സ്റ്റേജുകൾ ഉണ്ടാവും. അതായത് മനുഷ്യനെ ആണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും ഒക്കെ ഇൻഫെക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അതിന് നമുക്ക് ടെക്സ്റ്റിൽ പറയുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. അതായത് മലേറിയ ഉണ്ടാക്കുന്ന പാരസൈറ്റ്. പ്ലാസ്മോഡിയം തന്നെ പല വെറൈറ്റികളുണ്ട്. ഈ പ്ലാസ്മോഡിയംസ് എല്ലാം സ്പോറോസോവൻസ് ആണ്. ഇവര് ഇൻഫെക്ഷ്യസ് സ്റ്റേജുകൾ അവരുടെ ആ ലൈഫ് സൈക്കിളിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ അവർ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് കാണിക്കുന്നു. ആ ഒരു സമയത്ത് ഏത് ഓർഗാനിസത്തിലും, മനുഷ്യന്മാരാണെങ്കിലും അതുപോലെ തന്നെ മൃഗങ്ങളിലാണെങ്കിലും എവിടെ അങ്ങനത്തെ ഓർഗാനിസത്തിലെല്ലാം അവർ ഇൻഫെക്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്പോറോസോവൻസ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ഡൈവേഴ്സ് ഓർഗാനിസം ദാറ്റ് ഹാവ് ആൻ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. കണ്ടോ, ദ മോസ്റ്റ് നൊട്ടോറിയസ് ഈസ് പ്ലാസ്മോഡിയം. Malarial parasite which causes malaria, which has a staggering effect on the human population. നമുക്കറിയാം ഏറ്റവും കൂടുതൽ, ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് പറയാണ്, ഏറ്റവും കൂടുതൽ ഹ്യൂമൻ പോപ്പുലേഷനിൽ മലേറിയ കൊടുക്കുന്നത്
പ്ലാസ്മോഡിയത്തിലെ ഏത് വെറൈറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ്. അത് നമ്മൾ +2 ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ വിശദമായി പഠിക്കുന്നതാണ്. ആ ലൈഫ് സൈക്കിൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോ എന്താണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്? സ്പോറോസോവൻസ് ആണ്. പാരമീസിയം എന്ന് പറയുന്നത് ആരാണ്? സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ആരെ പഠിച്ച സ്ലീപ്പിംഗ് സിക്നസ് എന്നുള്ള ഡിസീസ് ഉണ്ടാക്കുന്നത് ആരാണ്? ട്രൈപ്പാനോസോമ. അമീബ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അല്ലെങ്കിൽ അമീബയുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണ്? സ്യൂഡോപോഡിയ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ പോർഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ തീർന്നിരിക്കുന്നു. ഈ ഒരു പോർഷനിൽ എന്തെങ്കിലും കുഞ്ഞു ഡൗട്ടുകൾ പോലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടെലഗ്രാം യുവർ ക്വാറന്റൈൻ ടീച്ചർ എന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ. എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. അറിയാന്നുള്ളതുപോലെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.